ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് LGSനും സെക്രട്ടേറിയറ്റ് ഓയ്ക്കും അതായത് അങ്ങനെയുള്ള 10th പ്രിലിംസിനും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ റാങ്ക് മേക്കിംഗ് ആവാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫെയർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ CRT ടെക്സ്റ്റ് NCERT ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കിട്ടും അല്ലേ. കറണ്ട് അഫെയർ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി 7 വീക്സിൻ്റെ ഒരു സെക്രട്ടേറിയറ്റ് ഓയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാലഞ്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റിവിഷൻ ചാലഞ്ച് എന്നാണ്. ഫസ്റ്റ് 2 വീക്സിൻ്റെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ആ ഒരു ഓരോ വീക്കിലും നമ്മൾ ഈ ഒരു ചാലഞ്ചിനോടൊപ്പം തന്നെ ഓരോ സെറ്റ് കറണ്ട് അഫെയർസും കൂടി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമുക്ക് സ്കോർ ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. 10 മാർക്സ് ഇപ്പോൾ 10th പ്രിലിംസിന് വെച്ചിട്ടുണ്ട് ആ ഒരു കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്കത് നിസ്സാരമല്ല. മാക്സിമം നമ്മൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ട് തന്നെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വീക്കിലും ഇതേപോലെ കറണ്ട് അഫെയർസിൻ്റെ ഒരു സെറ്റ് ഒറ്റയടിക്ക് കുറേയധികം കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഈ ഒരു 1 മന്ത് ഗ്യാപ്പിൽ മാക്സിമം ഒരു സെറ്റ് ആയിട്ട് കുറച്ചധികം കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് വളരെയധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയയിൽ നിന്നുള്ളതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ വീക്കിലും അത് ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. എങ്ങനെയാണ് അങ്ങനെ ഇടുന്നത് നല്ലതായിരിക്കില്ലേ കറണ്ട് അഫെയർസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫുള്ളി എക്സ്ക്ലൂസീവ്ലി ദിസ് വീഡിയോ ഇസ് ഫോർ ദ ഡിസ്കഷൻ ഓഫ് കറണ്ട് അഫെയർസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. കാലാവസ്ഥാ നിരീക്ഷണം, വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയ ലക്ഷ്യങ്ങൾക്കായി 2024 ഫെബ്രുവരി 17 വിക്ഷേപിച്ച് ഇൻസാറ്റ് ശ്രേണിയിലെ ഉപഗ്രഹം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഇൻസാറ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇൻസാറ്റ് ഒരു ജിയോ സിൻക്രോണസ് അഥവാ ഭൂസ്ഥിര ഉപഗ്രഹമാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഉപഗ്രഹമാണ് ഇൻസാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൺസിൻക്രോണസും ഉണ്ട് അല്ലെ. സൺസിൻക്രോണസിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കും. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്നതാണ്. ഓക്കെ, എനിവേസ് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇൻസാറ്റ് ശ്രേണിയിലെ ഒരു ഉപഗ്രഹമാണ് ലേറ്റസ്റ്റ് ആയിട്ട് 2024 ഫെബ്രുവരി 17 വിക്ഷേപിച്ചത്. വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയായിരുന്നു. അത് ഏതാണ് ഇൻസാറ്റ് ശ്രേണിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസാറ്റ് 3DS എന്നുള്ളതാണ്. ഇൻസാറ്റിന്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാലോ. ഇന്റർനാഷണൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നതാണ്. മാത്രമല്ല ഇതിന്റെ വാഹനം GSLV F-14 ആണ് കേട്ടോ. GSLVയുടെ ഫുൾ ഫോം എന്താ? ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. അടുത്ത ചോദ്യം, തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം അയക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. റഷ്യ, ഇന്ത്യ, ചൈന, അമേരിക്ക. അപ്പോൾ ഇതിന്റെ ആൻസർ പറയുന്നതിന് മുൻപ് എക്സ്പോസാറ്റ് എന്ന് പറയുന്ന സംഭവം എല്ലാവരും കേട്ട് കാണും. ഓക്കെ, എക്സ്പോസാറ്റ് എക്സ്ട്രീ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വിക്ഷേപിച്ചത് 2024 ജാനുവരി 1 ഇതാണ് വിക്ഷേപിച്ചത്. അല്ലെങ്കിൽ ഏത് രാജ്യമാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ 2024 ജനുവരി 1 വിക്ഷേപിച്ച ഈ ഒരു എക്സ്പോസാറ്റിന്റെ നിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV C-58 ആണ്. PSLV C-58 ആണ്. ഇത് PSLVയുടെ 60ാമത് ദൗത്യമായിരുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ആ ഒരു മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ഇത് അയച്ചതോടുകൂടി തന്നെ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം അയക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതായി മാറി? ഇന്ത്യയാണ്. ആദ്യം അയച്ചത് അമേരിക്കയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു മിഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSAT ഇതിന്റെ കൂടെ വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനത്തിലൊക്കെ UV റേസിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പോസാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ഫയൽ ഷെയറിംഗ് ആപ്ലിക്കേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഡോഡോ ഡ്രോപ്പ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വികസിപ്പിച്ച ആളുടെ പേരും കൂടി ഒന്ന് മനസ്സിലാക്കുക. അഷ്ഫാഖ് മെഹമൂദ് ചൗധരി എന്നുള്ളതാണ് കേട്ടോ. അഷ്ഫാഖ് മെഹമൂദ് ചൗധരി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നേവിയുടെ ആദ്യ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ ഏതാണ് എന്നുള്ളതാണ്. INS വിക്രാന്ത്, INS സുമേധ, INS അരിഹന്ത്, INS തരംഗിണി എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. നമ്മുടെ ആൻസർ ഏതാണെന്നറിയോ? INS വിക്രാന്ത്. എന്താണ് INS വിക്രാന്തിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം. 2022 സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പറഞ്ഞ INS വിക്രാന്ത് കമ്മീഷൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. മാത്രമല്ല ഇത് ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ യുദ്ധവിമാനങ്ങളും ഒക്കെ ഉൾപ്പെടെ 30 വിമാനങ്ങൾ വഹിക്കാൻ ഇതിന് കഴിയും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിക്രാന്തിന്റെ കമ്മീഷനിങ്ങിന് പുറമെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നേവിയുടെ നവീകരിച്ച പതാകയും എന്ത് ചെയ്തു? പ്രൈം മിനിസ്റ്റർ
അനാച്ഛാദനം ചെയ്യുകയുണ്ടായി. ഓക്കെ, അപ്പൊ പഴയ പതാകയിൽ സെന്റ് ജോർജ് ക്രോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നീക്കം ചെയ്തിട്ട് ശിവജിയുടെ രാജമുദ്ര, അതുപോലെ നങ്കൂരം, നാവികസേനയുടെ മുദ്രാവാക്യം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ പതാക അനാച്ഛാദനം ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. എന്താണ് INS സുമേധ ആണ് കേട്ടോ. ഓക്കെ, സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരുടെ രക്ഷാദൗത്യത്തിന് ഉപയോഗിക്കുന്ന നാവികസേനയുടെ കപ്പലാണ് എന്ത്? INS സുമേധ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ INS അരിഹന്ത് എന്ന് പറയുന്നത് എന്താണ്? 2022 ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ അന്തർവാഹിനിയാണ് INS അരിഹന്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ INS തരംഗിണി എന്താണ്? INS തരംഗിണി എന്ന് പറയുന്നത് 2022 തന്നെ കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലെ പര്യടനത്തിനായിട്ട് പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ് കപ്പലാണ് എന്ത്? INS തരംഗിണി എന്ന് പറയുന്നത്. അപ്പോൾ ലോകയാൻ 2022 എന്ന നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൗത്യം ആക്ച്വലി 14 രാജ്യങ്ങളിലായിട്ട് എന്ത് ചെയ്തു? 16 തുറമുഖങ്ങൾ സന്ദർശിച്ചു. ഓക്കെ, ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ സെയിൽ ട്രെയിനിങ് കപ്പലാണ് എന്ത്? INS തരംഗിണി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2024 മാർച്ചിൽ ഇന്ത്യ നടത്തിയ അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് എന്താണ് എന്നുള്ളതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 മാർച്ചിലെ കറണ്ട് അഫെയർ ആണത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പേര് ഡയറക്റ്റ് നമുക്ക് നോക്കാം. മിഷൻ ദിവ്യാസ്ത്ര എന്നുള്ളതാണ്. ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിവുള്ള അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇന്ത്യ പരീക്ഷിച്ചത്. ഓക്കെ, 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണിത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശീയമായി വികസിപ്പിച്ച MIRV, അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിൽ ഈ ഒരു പരീക്ഷണം നടത്തിയത്. ഓക്കെ, 2 മുതൽ 10 വരെ ആണവ പോർമുനകൾ വഹിക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ശബ്ദത്തിന്റെ 24 മടങ്ങ് പരമാവധി വേഗതയുള്ളതുമായ ഒരു മിസൈലാണ് ഇത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി. ഈ അഗ്നി 5ന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ്, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണിത്. ഓക്കെ, മാത്രമല്ല അതിന്റെ പ്രത്യേകത എന്താണ്? 2 മുതൽ 10 വരെ ആണവ പോർമുനകൾ വഹിക്കാൻ സാധിക്കുന്നതും ശബ്ദത്തിന്റെ 24 മടങ്ങ് പരമാവധി വേഗതയുള്ളതുമായ ഒരു മിസൈലാണിത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICC പുരുഷ ഏകദിന ലോകകപ്പ് 2023 വിജയികൾ. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ് എന്നുള്ള ഓപ്ഷൻസ്. ആൻസർ ഓസ്ട്രേലിയയാണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ICC പുരുഷ ഏകദിന ലോകകപ്പ് വിജയികൾ 2023 ഓസ്ട്രേലിയയാണ്. ഒബ്വിയസ്ലി ഇതിന്റെ റണ്ണറപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയുടെ 6th കിരീടമാണ് കേട്ടോ അത്. ഓക്കെ, വേദി ഇന്ത്യ തന്നെയായിരുന്നു. എനിവേസ് റണ്ണറപ്പ് ഇന്ത്യയായിരുന്നു, അതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, മാത്രമല്ല ഇതിനോട് റിലേറ്റ് ചെയ്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. 2023 തന്നെ ICC വിമൻസ് T20 വേൾഡ് കപ്പ്, അതിന്റെയും ജേതാക്കൾ ആര് തന്നെയാണ്? ഓസ്ട്രേലിയ തന്നെയാണ്. അപ്പൊ അത് രണ്ടും ക്ലബ് ചെയ്ത് പഠിക്കാം. ഇതിലും ഓസ്ട്രേലിയയുടെ 6ാം കിരീടമാണ്. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയയുടെ 6ാം കിരീടമാണ് ഈ പറഞ്ഞ 2023 കിട്ടിയത്. അതുപോലെ തന്നെ ICC പുരുഷ ഏകദിന ലോകകപ്പിൽ 2023 വിജയികളാണ് ഓസ്ട്രേലിയ. ഓക്കെ, ചോദ്യം, ഫിഫ പുരുഷ ലോകകപ്പ് 2026 വേദിയാണ് ചോദിച്ചിട്ടുള്ളത്. USA, കാനഡ, മെക്സിക്കോ ഇവയെല്ലാം. അപ്പോൾ ഇതിന്റെ ആൻസർ ഇപ്പോൾ ഓപ്ഷൻ ഡി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് 3ഉം വരുമോ എന്നുള്ളത്. എനിവേസ് ആൻസർ അത് തന്നെയാണ്. അതായത് USA, കാനഡ, മെക്സിക്കോ ആണ് വേദികളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടോട്ടുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ. ദെൻ ഫ്രഞ്ച് ഓപ്പൺ 2024 പുരുഷ സിംഗിൾസിന് വിജയ് ആരാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ആൻസർ കാർലോസ് അൽക്കരാസ് ഗർഫിയ ആണ് കേട്ടോ. ഓക്കെ, ഇത് ബാക്കിയുള്ളവര് ഒന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഈ പറഞ്ഞ അലക്സാണ്ടർ സ്വെരവ് ഇദ്ദേഹമായിരുന്നു റണ്ണറപ്പ്. ഇതിന്റെ ഇപ്പൊ ഇത് ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മെയിനായിട്ട് വിജയിനെ ഒന്ന് മനസ്സിലാക്കുക, കാർലോസ് അൽക്കരാസ് ഗർഫിയാണ്. ഇനി റണ്ണറപ്പ് ഇദ്ദേഹമായിരുന്നു. ഓക്കെ, പുരുഷ ഡബിൾസിൽ ഈ പറഞ്ഞ മാറ്റ് പാവിക് ഉണ്ടായിരുന്നു. ഒപ്പം വേറെ ആളും കൂടി ഉണ്ട്, മാർസലോ അഴവാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ജാനിക് സിന്നർ, ആക്ച്വലി ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 ടെന്നീസ് ഉണ്ടല്ലോ, അതിന്റെ പുരുഷ സിംഗിൾസിലെ വിജയിയാണ്. ഓക്കെ, ഇറ്റലിക്കാരനാണ് അദ്ദേഹം. ഓക്കെ, അപ്പൊ അതിന് ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ. ഇനി അടുത്ത ചോദ്യം, 2023 പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ആരാണ് എന്നുള്ളതാണ്. ആൻസർ ജർമ്മനിയാണ് കേട്ടോ. അപ്പൊ 2023 ആണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട്. ഇനി ഇതിലെ റണ്ണറപ്പ് ബെൽജിയം ആയിരുന്നു, ഒഡീഷയായിരുന്നു വേദി. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വനിതാ ഹോക്കി ലോകകപ്പിലെ ജേതാക്കൾ നെതർലാൻഡ്സ് ആണ്. അത് 2022 നടന്നിട്ടുള്ളത്, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അടുത്ത ചോദ്യം, 2024 മാർച്ചിൽ കേരള കലാമണ്ഡലം പുരുഷന്മാർക്കും പഠിക്കാനുള്ള അനുമതി നൽകിയ കലാരൂപം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആൻസർ മോഹിനിയാട്ടമാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. 2024 മാർച്ചിലെ കറണ്ട് അഫെയർ ആണ്. ഇനി അടുത്ത ചോദ്യം, 10 വർഷത്തിന് ശേഷം പൊതുഗതാഗത മേഖലയിൽ വനിതാ ഡ്രൈവർമാരെ അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണെന്നറിയോ? കേരളമാണ്. ട്രിവാൻഡ്രത്താണ് ഈ നിയമനം ഇപ്പോൾ നിലവിൽ വരുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കും. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ രാജ്യാന്തര വിപണിയും കർഷകർക്ക് ഉയർന്ന വരുമാനവും ലക്ഷ്യമിട്ട് നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത്
കാപ്കോ കേട്ടോ. കേരള അഗ്രോ ബിസിനസ് കമ്പനി എന്നുള്ളതാണ് കാപ്കോ. ഓക്കെ, അപ്പോൾ ഈ കേരള ഗ്രോ എന്ന ബ്രാൻഡിലാണ് ഇതിൽ ഉൽപ്പന്നങ്ങൾ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു സ്ഥാപനത്തിൽ വിൽക്കാൻ പോകുന്നത്. ചെയർമാൻ ആരാണ് ഇതിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ കൃഷിമന്ത്രിയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, രാജ്യത്തെ ഏറ്റവും വലിയ ഹൈബ്രിഡ് IT പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എറണാകുളം, കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരമാണ് കേട്ടോ ആൻസർ. അടുത്ത ചോദ്യം, രാജ്യാന്തര തുറമുഖത്തെ കരയുമായി ബന്ധിപ്പിക്കുന്ന രാജ്യാന്തര ആധുനിക ജിയോ സെൽ റോഡ് നിലവിൽ വന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് കൊച്ചി, വിഴിഞ്ഞം, കൊല്ലം ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. വിഴിഞ്ഞത്താണ് അത് വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരി 10 ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട മലയാള നായിക PK റോസിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗൂഗിൾ ഡൂഡിലിൽ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളെ അല്ലെങ്കിൽ ഫേമസ് പേഴ്സണാലിറ്റീസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ ഒക്കെ ആദരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെലവെന്റ് ആയിട്ടുള്ള ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ മണ്ഡലം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. എനിവേസ്, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. ആ മണ്ഡലം തളിപ്പറമ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെയധികം കുറച്ചധികം ഫാക്ച്വൽ ആയിട്ടുള്ളതാണ്. ഇങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ ഉൾപ്പെടുത്തിയത്. എസ്പെഷ്യലി സ്പോർട്സിന്റെ ഒക്കെ അങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ, ഓപ്പൺ കിരീടം, അങ്ങനത്തെ ഫിഫ ലോകകപ്പ്, അതൊക്കെ വേദികൾ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു സെറ്റിലെയാണ് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോ സെറ്റിലും നമ്മൾ ഇടാൻ ആലോചിക്കുന്നുണ്ട് കറണ്ട് അഫയേഴ്സ്. കാരണം കുറേ അധികം ഉള്ളത് കൊണ്ട് കുറച്ച് നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുണ്ടായിരിക്കാം. എനിവേസ് അറിയാത്തതുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്നത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതൊരു സെറ്റാണ്. ഇനി അടുത്ത ഇതുപോലുള്ള സെറ്റുകൾ നമ്മൾ ആ ഒരു പരീക്ഷയ്ക്ക് മുമ്പ് വരെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇങ്ങനെ വിചാരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക. അങ്ങനെ ഇടണോ എന്നുള്ളത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ഇട്ടാൽ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.